ഹലോ ഗായ്സ്, നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ഡയറ്റ് ചെയ്യാൻ മടിയായിട്ടിരിക്കുന്ന ആളാണോ? എന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഈ ഒരു വീഡിയോ. സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒരു ഡോക്ടർ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ചെറുപയറില്ലേ, അതാണ് താരം. ആ ചെറുപയർ നമ്മളെടുത്തിട്ട് ഒരു പിടി നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വയ്ക്കുക. അപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ലോണം കുതിർന്ന് കിട്ടും. അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തിട്ട് ഒരു വെള്ളത്തുണിയിൽ വെച്ച് പൊതിഞ്ഞ് വയ്ക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇതിൽ കാണുന്ന പോലെ തന്നെ മുളകൾ അതിൽ വന്നിട്ടുണ്ടാകും, കുഞ്ഞു കുഞ്ഞു മുളകൾ. അപ്പോൾ ആ ഒരു പരുവമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ചെറിയ നമ്മളെടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പാകത്തിന് വെള്ളം കേട്ടോ പാടുള്ളൂ. നമുക്ക് ഈ ദോശമാവൊക്കെ നമ്മൾ അരച്ചെടുക്കില്ല, ആ ഒരു ലെവലിൽ നമുക്കിത് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, കറക്റ്റ് ആ ദോശ നമ്മൾ ചുടുമ്പോൾ മാവ് അരച്ചെടുക്കില്ലേ, ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു ദോശക്കല്ല് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊരു ദോശ ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് അധികം എണ്ണ പാടില്ല കേട്ടോ. പാകത്തിന് ഇച്ചിരി എണ്ണ തടവിയതിന് ശേഷം ദോശക്കല്ലിൽ നമുക്കിതെടുത്ത് ഒഴിക്കാം, ദോശ ചുട്ടെടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറയുന്ന റെസിപ്പി. ഇത് നിങ്ങൾ കഴിച്ചു നോക്കൂ, ഒരു നേരം ഇതൊന്ന് നിങ്ങൾ കഴിച്ചു നോക്കൂ. നിങ്ങൾ ടേസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം പറയുമ്പോൾ നമ്മൾ അതുകൂടി പറയണമല്ലോ. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും ആയിരിക്കില്ല, പക്ഷേ സംഭവം ഹെൽത്തി ഫുഡാണ്, നമുക്ക് ഡയറ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഇതും നല്ലവണ്ണം മുരിച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ലവണ്ണം രണ്ട് സൈഡും മുരിച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് തേങ്ങ ചട്നി, കുറച്ച് വേണ്ടവർക്ക്, അല്ലെങ്കിൽ കുറച്ച് തക്കാളി ചട്നി അതും വെച്ച് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞ് ടിപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.